സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായി കണ്ടെത്തൽ. ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ക്വാറി മണൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാത്ത നിരവധി പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കണക്കിൽപ്പെടാത്ത തുകയും കണ്ടെത്തി. TG സജിത്ത് ചേരുന്നു. സജിത്ത്, രാവിലെ മുതൽ നടക്കുന്ന വ്യാപകമായ റെയ്ഡ് പോലീസ് സ്റ്റേഷനുകളിൽ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? ഗുരുതരമായ കണ്ടെത്തലുകളാണ് പോലീസ് സ്റ്റേഷനുകളിലെ ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പോലീസും മണൽ ക്വാറി മാഫിയയും തമ്മിലുള്ള വലിയൊരു ബന്ധത്തിന്റെ കൃത്യമായ തെളിവുകളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. 2002 ശേഷം, അതായത് കഴിഞ്ഞ 6 വർഷമായി ഇതുവരെയും 2012 ശേഷം ഇതുവരെയും മണൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് സ്റ്റേഷനുകൾ വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ മണൽ ക്വാറി മാഫിയയും തമ്മിലുള്ള ശക്തമായൊരു ബന്ധമുണ്ടതിൻ്റെ തെളിവായിട്ടാണ് വിജിലൻസ് ഈ തെളിവുകളെ കാണുന്നത്. ഇതിന് പുറമെ കണക്കിൽപ്പെടാത്ത പണം പല പോലീസ് സ്റ്റേഷനുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 100-ലധികം വാഹനങ്ങൾ പല പോലീസ് സ്റ്റേഷനുകളിലും അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുന്നു തുടങ്ങിയ വലിയ കണ്ടെത്തലുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാർ പരാതിയുമായി എത്തുമ്പോൾ ഈ പരാതിക്ക് അവർക്ക് റെസിപ്റ്റ് നൽകണം എന്നതാണ് ചട്ടം. പക്ഷേ പല പരാതികൾക്കും ഇത്തരത്തിൽ റെസിപ്റ്റ് നൽകാറില്ല, ഇതൊന്നും രജിസ്റ്ററിൽ സൂക്ഷിക്കാറില്ല. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 57 പോലീസ് സ്റ്റേഷനുകളിലാണ് ഇന്ന് വിജിലൻസിന്റെ സംഘം പരിശോധന നടത്തിയത്. വിജിലൻസ് ഡയറക്ടർ മുഹമ്മദ് യാസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ 100 പോലീസ് സ്റ്റേഷനുകളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 57 പോലീസ് സ്റ്റേഷനുകളിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് വിജിലൻസ് അറിയിച്ചു. ശരി സജിത്ത്.